നമുക്കിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ആയിരങ്ങൾ കാണുന്നു. അവരെയും ഈ ശുശ്രൂഷയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് ദൈവവചനം കേൾക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം സംസാരിച്ചത് ആരോടാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം പോയത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ഈശോ ആദ്യം ചോദിച്ചത്, സ്ത്രീയെ എന്തിനാ കരയുന്നേന്നാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം ചോദിച്ചത്, സ്ത്രീയെ എന്തിനാ കരയുന്നത്? അതായത് നമ്മുടെ ദൈവം കരയുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ദൈവമാണ്. ഓടിയെത്തുന്ന ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സങ്കടത്തിൽ കരയുന്നവരാകാം. ഈശോ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കരയുന്നവരാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സ്വന്തം ഒരാൾ വരുന്നേക്കാൾ വേഗത്തിൽ വരുന്നത് ഈശോ ആയിരിക്കും. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിച്ച വചനം ശ്രദ്ധിച്ചു കേൾക്കുക. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. മറക്കരുത്, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ശക്തിയായിട്ട് മാറും, ഭയങ്കര ഒരു ബലമായിട്ട് മാറും. എവിടെയും തളരത്തില്ല, എവിടെയും പരാജയപ്പെടില്ല ഈ വചനം അറിഞ്ഞാൽ. മർക്കോസ് സുവിശേഷം 12:10. വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ നോട്ടത്തിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. ഹല്ലേലൂയ. വചനം നമ്മളെ കുറിച്ച് പറയുന്ന പോലെ തോന്നും ഇത് കേൾക്കുമ്പോൾ. ആർക്കും വേണ്ടാത്ത കല്ല്, എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല്, അതെവിടെയാവും? അത് മൂലക്കല്ലായി മാറും. മനുഷ്യന്റെ നോട്ടത്തിൽ ഇത് അത്ഭുതകരമായി തോന്നും. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. എന്താണ് ഈ വചനത്തിന് നമ്മളോട് പറയാനുള്ളത്? എന്താണ് എന്നോട് പറയാനുള്ളത്? ആർക്കും വേണ്ടാത്ത കല്ല്. എവിടെയാ നിങ്ങൾ ആർക്കും വേണ്ടാതായേ? അങ്ങനെയുള്ള അനുഭവം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടു. ആർക്കും വേണ്ടാത്ത അനുഭവം ഒരുപക്ഷെ കുടുംബത്തിൽ എന്നെ ആർക്കും വേണ്ടെന്നൊരു തോന്നലുണ്ടാകാം. ഒരുപക്ഷെ ഞാൻ പഠിക്കുന്ന കോളേജിൽ ആർക്കും എന്നെ വേണ്ട, എല്ലാവരും എന്നെ കഴിവില്ല, ബുദ്ധിയില്ല, ശക്തിയില്ല, സൗന്ദര്യമില്ല, പെരുമാറാൻ അറിയില്ല, നീ കൊണ്ട് പൈസ എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ലേ കളഞ്ഞിട്ടുള്ളൂ. എല്ലാവരും പല രീതിയിൽ നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. ഹല്ലേലൂയ. മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയില്ല. അതാ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ എടുത്ത് കളഞ്ഞ കല്ല് അത് ദൈവം എടുത്ത് അതിനെ പ്രധാനപ്പെട്ട മൂലക്കല്ലാക്കി മാറ്റും. ഹല്ലേലൂയ. ആരൊക്കെയാ നമ്മളോട് അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഒരുപക്ഷെ നമ്മുടെ സഹപാഠികളായിരിക്കും എല്ലാ രീതിയിലും നമ്മളെ അങ്ങ് അകറ്റി നിർത്തിയേ. ഒരുപക്ഷെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരായിരിക്കും നമ്മളെ തള്ളിക്കളഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും നമ്മളെ തള്ളിക്കളഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലെ ചില ആളുകളായിരിക്കും, അയൽവാസികളായിരിക്കും നമ്മളെ തള്ളിക്കളഞ്ഞത്. ആ തള്ളിക്കളഞ്ഞപ്പോ തന്നെ നമ്മളൊക്കെ പലരും തകർന്നു പോയി. ദൈവവചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയില്ല. മനുഷ്യൻ ചിലപ്പോ ഒന്നിനും കൊള്ളില്ല, ഇവൻ ആർക്കും വേണ്ടാത്തവനെ തള്ളിക്കളഞ്ഞാലും ദൈവം ആ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റും. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തള്ളിക്കളഞ്ഞ അനുഭവം നമ്മളെ എവിടെ എത്തിച്ചെന്നറിയോ? നമ്മളെ ആന്തരിക മുറിവുള്ളവനാക്കിയാ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളായത് മാറി. ഏത്? ആർക്കും വേണ്ടാതെ നമ്മളെ ചിലരൊക്കെ തള്ളിക്കളഞ്ഞത് നമ്മുടെ മനസ്സിലൊരു ആന്തരിക മുറിവിന്റെ അനുഭവം പോലെ ആയി മാറി. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം ചില തള്ളിക്കളയലിന്റെ അനുഭവം നമുക്ക് നൽകിയത് എന്നെ ആന്തരിക മുറിവുള്ള ഒരാളാക്കാൻ വേണ്ടി അല്ല, എന്നെ എവിടെയൊക്കെയോ മൂലക്കല്ലാക്കി മാറ്റാൻ ദൈവം ഉയർത്താൻ വേണ്ടിയാ ചില തള്ളിക്കളയലിന്റെ അനുഭവം എനിക്ക് ദൈവം അനുവദിച്ചത്.
മറക്കരുത്. ചിലപ്പോൾ വിവാഹം കഴിച്ച് കുടുംബത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയായിരിക്കും പറയുന്നത്, എന്റെ കുടുംബത്തിൽ ആകെ ഒരു ഒറ്റപ്പെടുന്ന അനുഭവമാണ്, തള്ളിക്കളയുന്ന പോലെയാണ്, എനിക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല. അത് ചിലപ്പോൾ ആ കുടുംബത്തിന്റെ മൂലക്കല്ലാക്കി മാറ്റാൻ ദൈവം ആ വ്യക്തിയെ ഒരുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനിക്കുന്നു, ഏത് തള്ളിക്കളഞ്ഞ അവസ്ഥയും നമുക്ക് ലാഭമാണ്. ഈശോയെ കുറിച്ച് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈശോ എല്ലാവരും തള്ളിക്കളഞ്ഞൊരു കല്ലായിരുന്നു. ഈശോ പരിശുദ്ധ അമ്മ മറിയം ചെന്നപ്പോൾ, യൗസേപ്പിതാവും മറിയവും ചെന്നപ്പോ, സത്രത്തിൽ ചെന്നപ്പോ അവരവിടുന്ന് തള്ളിക്കളഞ്ഞു. ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അന്നേരം തൊട്ട് തള്ളിക്കളയലിന് അനുഭവം ഉണ്ടായതാ. സ്വന്തം നാട്ടിൽ എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇവന്റെ അപ്പനാരാത്ത അച്ഛനല്ലേ എന്ന് വരെ കളിയാക്കി ചോദിച്ചു. എല്ലാ വിധത്തിലും തള്ളിക്കളഞ്ഞു. ശിഷ്യന്മാര് തള്ളിക്കളഞ്ഞു, നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പക്ഷേ പിതാവായ ദൈവം തള്ളിക്കളയാതെ അത് മൂലക്കല്ലാക്കി മാറ്റി ഈശോ. ആ കല്ല് ഈശോയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് വളരെ വളരെ ഏറ്റവും ശക്തിയുള്ള ഒരു വചനമാണ്. ഈ തിരുനാൾ ദിവസം നമ്മൾ കേൾക്കേണ്ടത്, ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല. നമ്മളെ അകറ്റുന്ന പല അനുഭവങ്ങളും നമ്മളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. ഇങ്ങനെ ഒരു തള്ളിക്കളയലിന്റെ അനുഭവം വളരെ കാലം മുമ്പ് തന്നെ പല സാഹചര്യങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും ഒക്കെ അനുഭവിച്ച സമയത്ത് ഒരു ഉത്തരവും കിട്ടിയില്ല. അന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു തള്ളപ്പെടലിന്റെ അനുഭവം എന്തുകൊണ്ടാണ്? സാമ്പത്തിക മേഖലയിൽ തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്, പഠന മേഖലയിൽ തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ മറ്റു ആളുകളുമായി സൗഹൃദ ബന്ധത്തിൽ വർത്തമാനം പറയുന്ന കാര്യത്തിൽ നിനക്ക് വർത്തമാനം പറയാനൊന്നും അറിയില്ലല്ലോ, തള്ളിപ്പറയലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് ഈ ശുശ്രൂഷ മേഖലയിൽ എന്നെ നാളെ ഒരു മൂലക്കല്ലാക്കി മാറ്റാനാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇന്ന് ഈ ഒക്ടോബർ മാസം 5-ാം തീയതി ഈ വചനത്തിന്റെ അൾത്താരയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, പല തള്ളിക്കളയലിന്റെ അനുഭവവും എന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു മൂലക്കല്ലായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഉറപ്പായും പറയാൻ പറ്റും, എവിടെയെങ്കിലും നമ്മൾ തള്ളപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായാൽ ദൈവം നമ്മളെ മൂലക്കല്ലാക്കാൻ നോക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഒരുക്കുവാണ്. പഴയ നിയമത്തിൽ ജോസഫ് എന്ന വ്യക്തിയെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞ കല്ല് എന്നേക്കുമായിട്ട് പോയോ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭരണാധികാരിയായി ദൈവം ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും തള്ളിക്കളഞ്ഞു, അവർ മിണ്ടുന്നില്ല, അവർ ഒറ്റപ്പെടുത്തുകയാണ്, അതെല്ലാം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് ആന്തരിക മുറിവുള്ള ഒരു മനുഷ്യനാക്കിയിട്ടല്ല, വൈരാഗ്യമുള്ള ഒരാളാക്കാനല്ല, ശത്രുതയുള്ള ഒരാളാക്കാനല്ല. അതെന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ കയ്യിൽ ഉപകാരമുള്ള, അനുഗ്രഹമുള്ള ഒരു മൂലക്കല്ലായി നിങ്ങളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞു ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം നോക്കിക്കേ, മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിയെടുക്കുന്നവർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തോന്നിയിരിക്കുന്നു. ഇതാരുടെയും പ്രവൃത്തിയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയുള്ള പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ശരിക്കും ഏറ്റെടുത്താൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളും ആന്തരിക മുറിവുകളും ഉണങ്ങി സൗഖ്യപ്പെടും. ഓരോ ഒറ്റപ്പെടലും, ഓരോ സങ്കടങ്ങളും, ഓരോ കുറ്റപ്പെടുത്തലുകളും എന്തിനാണെന്നറിയോ? എന്നെ ഓരോ സ്ഥലങ്ങളിൽ മൂലക്കല്ലാക്കി മാറ്റാൻ. പറഞ്ഞു.